ഇത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഇന്ന് NDAന്റെ ഭാഗമായി 2020 ജോയിൻ ചെയ്യുന്നു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PMന്റെ പ്രസൻസിൽ NDAന്റെ ഭാഗമാവും. എനിക്ക് 2-3 കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം, ഇത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച് നാടിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് കൃത്യമായി ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. ഈ പൊളിറ്റിക്കൽ കൾച്ചർ, വിവാദങ്ങളുടെ പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം നമ്മളെ നാടിനെ എത്ര കൊല്ലമായി ബാധിക്കുന്നു. ആ മാറ്റം കൊണ്ടുവരാൻ NDA മാത്രമേ ഒരു മുന്നണി ഈ വികസിത കേരളത്തിന്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്ന ഒരു മുന്നണി ആണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കി. അപ്പോൾ 2020 എന്ന പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചു കാലമായിട്ട് 2016 മുതൽ വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതിന്റെ അപ്പുറം സാബുജി ഈ നാട്ടിൽ ഒരു വളരെ ജോബ് ക്രിയേറ്റർ ആയ ഒരു ഓentreപ്രണറുമാണ്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തിന്റെ ബിസിനസ് ആക്യുമെൻ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട്. മലയാളിയായ എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തെ ഈ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ പുറത്താക്കി തെലങ്കാനയിൽ പോയി 20,000 അവിടെ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ NDAന്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAന്റെ ആവശ്യമാണ്. പക്ഷെ അതിന്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തുടരുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യമാണ്, നാടിന്റെ ആവശ്യമാണ്. ഞാൻ കുറെ മാസമായിട്ട് പറഞ്ഞു, ഇതുവരെ നടന്ന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഈ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇതൊരു നിർണായകമായ ഇലക്ഷനാണ്. നമ്മൾ എത്രയോ തവണ ഈ UDFും LDFനും മാറി ഭരിച്ച വിവാദ രാഷ്ട്രീയം കണ്ടതാണ്. അവരുടെ ഇക്കണോമിക് പോളിസീസ് ഒരു ഫെയിൽഡ് പോളിസീസ് ആണ്. 10 കൊല്ലം ഭരിച്ച് LDF നാടിനെ നശിപ്പിച്ചു. അതിനു മുമ്പ് 2016 ജനങ്ങള് UDFനെ പുറത്താക്കിയത് എന്തുകൊണ്ടാണ്? അത് ആരും മറന്നിട്ടില്ല. അവരുടെ അഴിമതി, അവരുടെ അനാസ്ഥ, അവരുടെ കഴിവില്ലായ്മ, അത് ജനങ്ങൾ മനസ്സിലാക്കി 2016 അവരുടെ പ്രീണനം ജനങ്ങൾ മനസ്സിലാക്കി പുറത്താക്കി. ഇന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് LDFും അതന്നെ ചെയ്തത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ NDAക്ക് നിർണായകമായ ഒരു പിന്തുണ ജനങ്ങൾ തരും. NDA മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തരും എന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വാസം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.